ചെറിയ രീതിയിൽ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ ബാക്ക് ഡിസ്കിനുള്ള സെറ്റപ്പ് എല്ലാം KTM 390 വരുന്ന DS3 മോഡലിൻ്റെ പ്ലേറ്റ് ആണ്. ഇപ്രാവശ്യം അപ്പോൾ നമ്മൾ DRL കറക്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 10-12 കുറേ എടുത്തോണ്ട് യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽസ്. പൊതുവെ എല്ലാവർക്കും സാധാ പ്രൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി നിങ്ങൾ തമ്മിലേ ഉണ്ടാവില്ല ടീ വ്ളോഗാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ കഴിഞ്ഞ രീതിയിലെ വ്ളോഗ് നല്ല തന്നെ പറയണ്ടേ റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ സൈഡിൽ ഉണ്ടായിരുന്നത്. ഇനിയും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് വിചാരിക്കാതെ ആ വീഡിയോ വൈറലായി. ആക്ച്വലി 2Kയുടെ മേളിൽ ഇപ്പം വ്യൂസ് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. സാധാരണ ഡീറ്റെയിൽ വ്ളോഗിന് 1000 അടിക്കുന്നതിന് വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട്. അന്നത്തെ പോലെ തന്നെ കുറച്ച് വർക്ക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു പോലീസ് സ്പ്ലെൻഡറാണ്. ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ഡ്യൂക്കിൻ്റെ പ്ലേറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് അഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഹബ്ബ് സെറ്റാക്കിക്കൊണ്ട് അച്ചായനെ ഏൽപ്പിക്കണം. അപ്പോൾ അതിൻ്റെ പണിയുണ്ട് ഡ്യുവൽ ഡിസ്കിൻ്റെ സാധനം സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെയുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സ്വിങ്ങാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, സ്വിങ്ങാം നമ്മുടെ നല്ല വൃത്തിക്ക് പെയിൻ്റൊക്കെ അടിച്ച് അതിൽ ചെറിയ രീതിയിൽ അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ ബാക്ക് ഡിസ്കിനുള്ള സെറ്റപ്പ് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ പറ്റുവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മാക്സ്100ൻ്റെ പണി ഓൾമോസ്റ്റ് ഡണ്ണായിരിപ്പുണ്ട് കേട്ടോ. വണ്ടി ഓൾമോസ്റ്റ് ഡണ്ണായപ്പോൾ ഇനി ബാക്കിലത്തെ സാധനങ്ങളൊക്കെ കയറ്റുണ്ട്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ്. അപ്പം ഞാൻ പ്ലേറ്റ് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ സ്പ്ലെൻഡറിനുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ്. KTM 390 വരുന്ന DS3 മോഡലിൻ്റെ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടീസ് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പാർസൽസ് അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ് അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. അതൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഒരു DRL വർക്ക് വരുന്നുണ്ട് FCAയിൽ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മൊത്തത്തിൽ ഞാൻ വ്ളോഗായിട്ട് തരാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വണ്ടി അഴിക്കാം. സോ ഗൈസ്, അപ്പം നമുക്ക് ഇപ്പോൾ ഇറങ്ങാനുള്ള സമയമായി. അപ്പം നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് മൊത്തത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാനെ ഏൽപ്പിക്കേണ്ട പണി അതൊരെണ്ണം ഉണ്ട്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും എന്നാ പറയേണ്ടത്, നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിലോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് വന്നിട്ട് ആ മാക്സ്100ൻ്റെ ടോപ്പ് ലൈറ്റ് ആട്ടോ. ഇതിലോട്ട് നമുക്ക് ഈ KTMൻ്റെ ഹാൻഡിൽ ബാർ ഹോൾഡർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ വേറൊരു നമുക്ക് പണിയുള്ളതെന്ന് പറഞ്ഞത്. ഇത് അത്യാവശ്യം ഇച്ചിരി വണ്ടിയുള്ള പണിയാണ്. കാരണം ഹോള് എക്സ്റ്റെൻഡ് ചെയ്തിടേണ്ട പണിയാണ് മെയിനായിട്ട്. അപ്പം ഇത് പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ആ ബാക്ക് ഡിസ്കേ വരുന്ന സ്റ്റേ ആണ്. ഇതിൻ്റെ ഈ സൈഡ് ഇച്ചിരി നമുക്ക് കളയാനുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഹൈറ്റ് നെറ്റ് പണിയുമ്പോൾ മേളത്തെ ഏരിയയുടെ അളവ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 സാധനം നമ്മളിന്ന് കൊണ്ടുപോകണം കയ്യിൽ. പിന്നെ നമ്മൾ ആ വണ്ടി അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹബ്ബ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിപ്പോഴല്ല, നിങ്ങൾ കണ്ടതുപോലെ പാക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ മോട്ടോർഷിപ്പ് പോയിട്ട് കാണിക്കാം. മറ്റേ വർക്ക് ചെയ്യുന്നതിൻ്റെ FC അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വണ്ടി എടുത്തുകൊണ്ട് ഇനി മോട്ടോർഷിലോട്ട് പോകാം. അല്ല, ഞാൻ അവിടെ കാണും. പോക്കോ ശരി. സോ ഗൈസ്, അപ്പം നമ്മൾ മോട്ടോർഷി വന്നിട്ടുണ്ട്. ഞാൻ ഓടിച്ചെടുത്തൊന്നും കാണിക്കാത്ത വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗോപ്രോയുടെ ബാറ്ററി അടിച്ചു പോയി. അപ്പോൾ ഞാനിപ്പോൾ പവർ ബാങ്ക് കൊടുത്താണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ വേണ്ടത് ബ്ലൂ കളർ DRലാണ്. എല്ലാ കളറും ഇരിപ്പുണ്ട്. അതിനകത്ത് ബ്ലൂ നമുക്കിനി എടുക്കണം. മിക്ക വരാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിലു വരും നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട്. അവനായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള സാധനം എടുക്കാനായിട്ട് വീട്ടിൽ സോൾഡറിങ് ആയണം. പിന്നെ ഹീറ്റർ എടുക്കാനായിട്ട് അവൻ വീട്ടിലോട്ട് പോയേക്കുക. അപ്പം അവൻ വന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാണിച്ചു.
നമ്മുടെ സ്ട്രിപ്പിലോട്ട് വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കത്തിച്ച് നോക്കാൻ പോകും. കത്തുമല്ലോ. കത്തി നൈസ്. നമ്മുടെ ബ്ലൂ LED സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത പരിപാടി നമ്മുടെ LED സ്ട്രിപ്പ് ഒട്ടിക്കാൻ. അപ്പം നമ്മുടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ DRL. ഇനി നമ്മളൊന്ന് കത്തിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ള സംഭവം. സെറ്റ് കൊടുത്തോളന്ന് വെച്ചാൽ അതിൻ്റെ പൊക്കി പിടിച്ചാൽ മോനെ സെറ്റ്. അപ്പം നമ്മൾ DRL കറക്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് പറഞ്ഞത്. ഇനി ഇതിന് ഡൂമ് സംഭവം കയറ്റി വണ്ടി വെച്ചിട്ടുള്ള ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു. നമ്മൾ ഡൂമും കയറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്ത പരിപാടി ഇനി വണ്ടി സെറ്റാക്കുക. കയറ്റി വിടാം. അതേ DRLന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട്. ഓക്കെ, താക്കോൽ ഓഫ് ചെയ്യണം. ഓൺ ചെയ്ത് ഓക്കെ. നമ്മൾ വേറെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കാം. ഞാനിപ്പം ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടിയുടെ ടോട്ടൽ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ DRLന്റെ പരിപാടി കഴിഞ്ഞു. എന്നോട് എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇനി പരിപാടി നേരെ വീട്ടിൽ പോകുന്നു. അവിടെ നിന്ന് കുറച്ച് പാർസൽസ് കൊണ്ട് കൊറിയർ അയക്കാനുണ്ട്. അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പോയി കഴിക്കണം. അപ്പോൾ ഞാൻ കഴിച്ചിട്ടൊക്കെ കൊടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കൊറിയറിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 10-12 കൊറിയർ എടുത്തുകൊണ്ട് കഴിഞ്ഞ വീക്കിലെ മൊത്തം ക്ലോസ് ചെയ്യും കേട്ടോ. അത് അത്രയും കൊറിയേഴ്സ് വരുന്നത്. അപ്പം സാറങ്ങ് ഡിലേ ആകാറില്ല. കഴിഞ്ഞ വീക്കിൽ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല. അപ്പം അതെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുകയാണ്. ഇത്രയും കൊറിയേഴ്സ് അയക്കാനുണ്ട്. എല്ലാം എഴുതി നെയിം എല്ലാം ഒട്ടിച്ചു. ഇനി ഇത് ഡീസിൽ കൊണ്ട് കൊടുക്കാം. ഡീസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സാധനം ചെല്ലും. ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും. അപ്പോൾ നമുക്കിനിയും അത് കൊണ്ടുപോകുമ്പോഴത്തേക്കും കാണാം. അപ്പോൾ നമ്മൾ കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത് കാണിക്കാത്ത വേറൊന്നുമില്ല. ഗോപ്രോയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ബാറ്ററി കാര്യമൊന്നും നിൽക്കുന്നില്ല. സോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എന്നെ വേണമെങ്കിൽ നമ്മൾ അടുത്തടുത്ത് ഇടുന്ന ഡീറ്റെയിൽ വ്ളോഗ്സ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ചെയ്ത അത്രയും വീഡിയോസിൻ്റെ അല്ലാതുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനലുണ്ടായിരിക്കും. ചാനലിൽ കയറി നോക്കാൻ മറക്കരുത്. അപ്പോൾ ഐസ് വെരി വിശ്വാസാനിയോ ഫ്രം TVM ഓട്ടം.